ഇതിനകത്ത് ഒരുപാട് ഒളിച്ചുകളികളുണ്ട് ധന്യ. നമ്മളറിയാത്ത പല കളികളും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഈ കണ്ടിന്യൂറ്റി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആഗോള സംഗമത്തിൽ ആരംഭിക്കുന്നു. ഇനി ആഗോള സംഗമം നടത്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, യുവതീ പ്രവേശനം നടത്തി നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ധർമ്മശാസ്താവിനെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പരിവാരങ്ങളും കൂടി ചേർന്ന് അദ്ദേഹത്തിന് വമ്പിച്ച കോപവും ശാപവും താപവും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ പിണറായി വിജയനെ ശപിച്ചുത്രേ. അതായത് നീ പിണറായി 3 എന്ന അവസ്ഥ പ്രാപിക്കാതിരിക്കട്ടടാ, ഉള്ള പെണ്ണുങ്ങളെയെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് വേറെ എങ്ങും കൊണ്ടുപോകാനില്ലായിരുന്നു. അവിടെ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടു നടക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുമ്പിലല്ലേ കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ പേരെടുത്തുകൊണ്ടല്ലേ. എൻ്റെ ദൈവമേ, എനിക്ക് ആവശ്യമില്ലാതെ സംസാരിച്ച് കോടതി പോകാൻ കോടതിയല്ല, ഞാൻ കോടതിയുടെ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു രാഹുൽ ഈശ്വരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ. അപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്തല്ല, ഞാൻ പറഞ്ഞല്ലോ 100%. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ കടന്നു ഒരുപാട് പേരുണ്ടല്ലോ ഇതിനു വേണ്ടി കടന്ന് എന്താ പറയുന്നത്, വലിയ ആർത്തി കാണിക്കുന്ന ആൾക്കാർ, ആർത്തി പണ്ടാരങ്ങൾ. ഇവിടെ ഒന്നുമില്ല, ഇതിൽ നിന്നെല്ലാം ഓടി ഒളിച്ചുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും കിട്ടുമായിരുന്ന ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്ന് ആത്മീയതയുടെ ഈ ഗൗരീശങ്കര ശിഖരത്തിലേക്ക് ഞാൻ വന്നത് ഇതിൻ്റെ കാനനത്തിൻ്റെ വന്യ ശാന്തത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ശൂന്യത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പിടിച്ച് എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നത് എന്തിനാ? ഞാൻ അവരെയും ശപിക്കും, നിന്നെയും ശപിക്കും. അതുകൊണ്ട് നീ പിണറായി 3 എന്നുള്ള അവസ്ഥയിലേക്ക് നീ പോവില്ല, ഇവിടെ തന്നെ നീ പൊട്ടി തീരും എന്നൊരു ശാപം കൊടുത്തു.